ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, ഇന്ന് എന്തു പറ്റി മാർക്കറ്റ് കയറി സാറേ, ഇത്രയും മാർക്കറ്റ് കയറേണ്ട കാരണം എന്താണെന്ന്. ആ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ബാങ്ക്സിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ബൈയിങ് കണ്ടു. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ HDFC ബാങ്ക് ഏകദേശം പറഞ്ഞ 3% കയറിയിട്ടുണ്ട്. ICICI ബാങ്ക് 1% കയറി. SBI ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള പ്രൈവറ്റ് ബാങ്ക്സ് കയറിയിട്ടുണ്ട്. രണ്ടാമത് FISന്റെ ഒരു ബൈയിങ് ഇന്ന് ഉണ്ടായിരുന്നു മാർക്കറ്റില്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഒന്ന് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നിൽക്കുമ്പോൾ ക്രൂഡ് ഓയിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. രണ്ടാമത് പിന്നെ നമ്മുടെ മൺസൂണിന്റെ ഔട്ട്ലുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ട് വന്നു. അങ്ങനെയാണ് മൺസൂണ് ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ നോർത്ത് കർണാടക തൊട്ട് മുംബൈ ഭാഗത്തും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള റെയിൻഫാൾ നടക്കുന്നുണ്ട്. സോ എൽനിനോ എഫക്ട് പ്രവചിച്ചിരുന്ന മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഗുഡ് മൺസൂൺ, അതായത് മൺസൂൺ ഒന്ന് പിക്കപ്പ് ചെയ്ത് വരുന്നു എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് എക്കണോമിക്കൽ കണ്ടീഷനിൽ വളരെയധികം പോസിറ്റീവായ കാര്യമായിരുന്നു. അപ്പൊ അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ലാർജ് ക്യാപ്സിൽ പ്രത്യേകിച്ച് റിലയൻസിനെ പോലുള്ള ലാർജ് ക്യാപ് സ്റ്റോക്സിൽ നല്ലൊരു ബൈയിങ് മാർക്കറ്റിൽ കണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഒരു പോസിറ്റീവ് ഘടകമായിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കയറി പോയത്. നിഫ്റ്റി ഇന്നലത്തെ പൊയോസിന്റെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ സെറ്റപ്പ് തന്ന് ബുള്ളിഷ് റെഫറൻസും കാട്ടിയത് ഫസ്റ്റ് ടാർഗറ്റ് തന്നൊരു സ്മൂത്ത് ആയിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി തന്ന ദിവസമായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് തട്ടി നിന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവസാന നിമിഷം ഒരു ഉച്ചയ്ക്ക് 12 ആയപ്പോൾ എന്ത് പറ്റി, ആ ബുള്ളിഷ് റെഫറൻസിനെ കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് നിഫ്റ്റി തന്നു, ബാങ്ക് നിഫ്റ്റി തന്നു. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ബുള്ളിഷ് റെഫറൻസും തന്നിട്ടില്ല, ബെയറിഷ് റെഫറൻസും കട്ട് ചെയ്തിട്ടില്ല. അവിടെ തന്നെ കിടന്ന് കളിക്കുന്നത് മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ട്രേഡബിൾ ആക്ഷൻസ് പ്ലാൻ നമ്മളെ നിഫ്റ്റിയെ സംബന്ധിച്ച് കിട്ടിയായിരുന്നു. ഇന്ന് നമ്മുടെ ലൈവ് മെന്ററിംഗ് ഗ്രൂപ്പിനകത്ത് ഞാൻ നിഫ്റ്റിയുടെ 24,400 കോള് ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൊഫൈൽ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയായ ഫെയിൽഡ് ഓപ്ഷൻ വെച്ച് എടുത്തായിരുന്നു. അതൊരു 162ന്റെ ഭാഗത്ത് എടുത്ത കോള് 196 വരെ പോയി ഒരു നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഞാനത് മെയിൻ അക്കൗണ്ടിൽ ഞാൻ സ്റ്റിൽ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, തമ്മിലേലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, 24,681 നിഫ്റ്റി വരുന്നു. അതായത് നിഫ്റ്റിയിൽ മെനയാന്ന് വന്ന ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ വന്നൊരു ഫെയിൽഡ് ഓപ്ഷൻ, അത് ഫെയിലായി. ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ചേഞ്ച് ആണ്. ആ ട്രെൻഡ് ചേഞ്ച് വീണ്ടും ഒന്ന് ഫെയിൽ ആയിട്ട് മാർക്കറ്റ് പോകുന്നതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് മൊമെന്റം മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ ഒരു ബുള്ളിഷ് മൊമെന്റം പ്രകാരം നിഫ്റ്റിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 24,681 ഭാഗത്തേക്കാണ്. അതാണ് ഞാൻ നിഫ്റ്റി 24,681 വരുന്നു എന്ന് പറയുന്ന കാര്യത്തിന്റെ വ്യക്തമായ റീസൺ. അത് പ്രകാരം ഞാൻ ചെറിയ അക്കൗണ്ടിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ചലഞ്ചിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ കോളിൽ കുറച്ച് പ്രോഫിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ അക്കൗണ്ട്സിലും നമ്മുടെ ക്ലയൻസ് അക്കൗണ്ട്സിലൊക്കെ ആ നിഫ്റ്റിയുടെ കോള് ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ മെന്ററിംഗ് ബാച്ചുകാർക്കും നമ്മുടെ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു സ്കാൽപ്പ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റബിലിറ്റി കിട്ടിയ ഒരു മാർക്കറ്റ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നിഫ്റ്റിയെ സംബന്ധിച്ച് ഉച്ചവരെ മാർക്കറ്റ് കയറിയതിനു ശേഷം ഉച്ചയ്ക്ക് 1:45 ആയപ്പം ഒരു ഷാർപ്പ് ഫോളോ വന്ന് തിരിച്ച് മാർക്കറ്റ് വീണ്ടും ആ ഒരു ഹൈയുടെ ഭാഗത്തേക്ക് ഓൾമോസ്റ്റ് ഒക്കെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഉച്ചവരെ മാർക്കറ്റ് കയറുന്നു, ഉച്ചയ്ക്ക് ശേഷം റിവേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഉച്ചവരെ മാർക്കറ്റ് ഇറങ്ങുന്നു, ഉച്ചയ്ക്ക് ശേഷം റിവേഴ്സ് ചെയ്തു. അങ്ങനെ ഒരു ചേഞ്ച് ഓഫ് മൂവ് ഒരു ആഫ്റ്റർനൂൺ മാർക്കറ്റും ബിഫോർ ആഫ്റ്റർനൂൺ മാർക്കറ്റും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ ഒരു പെർഫോമൻസ് നിഫ്റ്റി ഇപ്പം കാണിക്കുന്നുണ്ട്. അതൊരു സ്ലോ ഓപ്ഷൻ മാർക്കറ്റിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ആണ്. അത് മാർക്കറ്റ് സ്ലോ ആയിട്ട് മാർക്കറ്റ് കയറുന്ന ഒരു മാർക്കറ്റിൽ എപ്പോഴും ഓർത്തോളൂ, ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ ഷാർപ്പായിട്ട് മാർക്കറ്റിൽ വരുന്നതാണ്. അത് മാർക്കറ്റ് പ്രൊഫൈൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. സ്ലോ ഓപ്ഷൻ ആൾവേസ് ലീഡ്സ് ടു ലിക്വിഡേഷൻ എന്ന് പറയും. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ലോ ഓപ്ഷൻ അപ്പായിരുന്നു, അതൊരു ലിക്വിഡേഷൻ തന്നു. തിരിച്ച് വീണ്ടും ആ ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിലേക്ക് ആക്റ്റീവായി തിരിച്ച് വീണ്ടും മാർക്കറ്റ് കയറിപ്പോയ ഒരു ദിവസം കൂടെ ആയിരുന്നു കൃത്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് കടന്നു പോയത്. സോ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്, ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുള്ളത്. ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് നിഫ്റ്റി ഉള്ളത്. നമ്മുടെ POC വന്നിരിക്കുന്നത് 24,420 ഭാഗത്തേക്കാണ് POC വരുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 24,420 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിഫ്റ്റിയില്. ഇനി ഇന്നത്തെ ഹൈ ആയ 24,450 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് 24,450 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ മാർക്കറ്റിൽ എങ്ങോട്ട് പോവാനുള്ള ചാൻസ് ഉണ്ട്? ആ ബൈയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ബൈ മാർക്കറ്റിൽ ഇനി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോകും? നമ്മൾ ഈ 450 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? ഈ പറഞ്ഞ 525 എന്ന് പറഞ്ഞ ഈ ഒരു പി ഒ സി, ഏത് ദിവസം പി ഒ സി ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 21 ഏപ്രിലിന്റെ പി ഒ സി ആയ 24,525ന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി പോവാനുള്ള ചാൻസ്. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 24,525 എന്നെ സമയം. 24,450 മുകളിൽ പോവുകയാണെങ്കിൽ 24,525 വരെ പോവാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഹൈ ആയ 24,588 എത്രയാണ്? 24,588 24,588 എത്രയാണ്? 24,588ന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ 24,632 എത്രയാണ്? 24,632 24,632ന്റെ ഭാഗത്ത്. ഇതാണ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റഫറൻസ് ലെവൽ. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? 24,450 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,525 24,588 24,632 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റി പോവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ 24,300 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഇനി സെല്ലിംഗ്, എത്രയാണ്? 24,300 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ സെല്ലിങ് ഫസ്റ്റ് എങ്ങോട്ട് വരും? നമ്മുടെ ഫ്രൈഡേയുടെ ലോവർ ലെവലായ 24,250ന്റെ ഭാഗത്തേക്ക്. എത്രയാണ്? 24,250ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് 24,198ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി 153 എത്രയാണ്? 24,150 24,153യുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 24,300 പൊട്ടുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഡൗൺവേർഡ് മൂവ് വന്ന് അത് 24,153 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം മാർക്കറ്റിൽ കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ ആ ഒരു ലെവലായിട്ട് കൃത്യമായിട്ട് പറയാനുള്ള ആ ഒരു ട്രേഡബിൾ ആക്ഷൻസ് പോയിന്റ്സ്. സോ നമുക്കത് സേവ് ചെയ്തിട്ട് നമുക്ക് ഇനി എന്തിലേക്ക് പോവാം? ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് പോവാം. സോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ തന്ന ദിവസമായിരുന്നു പറയുകയാണെങ്കിൽ. ഇപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പി ഷേപ്പ്ഡ് പെർഫെക്റ്റ്ലി ഒരു പി പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റി ഒരു പി ഷേപ്പ്ഡ് ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു പ്രീ പ്രൊഫൈലാണ്. ഓപ്പൺ ഓപ്ഷൻ ഒരു OTD ഒരു ഓപ്പൺ ഡ്രൈവിന്റെ ലക്ഷണം വന്ന് മാർക്ക്. പെർഫെക്റ്റ്ലി പറഞ്ഞ ഒരു ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു. പക്ഷെ അത് ലിക്വിഡേഷൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ കണ്ടോ ഈ 58,425 മുകളിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് വളരെ റിസ്ക് ആയിരുന്നു. ഒരു പി പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പി ഒ സി വന്നിരിക്കുന്ന 58,306 58,306ന്റെ ഭാഗത്തേക്ക് ആ പി ഒ സി വന്നിട്ടുണ്ട്. ഇനി ബുള്ളിഷ് ഷഫർ എന്ന് പറയുമ്പോൾ 58,425 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുന്നുള്ളൂ. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 57,975 എത്രയാണ്? 57,975 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 57,800ന്റെ ഭാഗത്ത്. എത്രയാണ്? 57,800ന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. സെക്കൻഡ് അതിന് താഴെ 57,665 എത്രയാണ്? 57,665ന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി സെക്കൻഡ് ടാർഗറ്റ് വരാം. തേർഡ് ടാർഗറ്റ് ഈ ഒരു ലോവർ ലെവലായ 57,470 എത്രയാണ്? 57,470ന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഡൗൺവേർഡ് റെഫറൻസ് ലെവൽ. ഇനി അപ്വേർഡ് എന്ന് പറയുമ്പോൾ 58,420 മുകളിൽ ബൈയെ കുറിച്ച് എടുക്കാമല്ലോ. 470 മുകളിൽ എത്രയാണ്? അതൊരു പഴയൊരു പി യു സി ആണ്. 58,470ക്ക് മുകളിൽ മാത്രമേ ബൈ എടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 57,618 എത്രയാണ്? 58,618 58,618. സെക്കൻഡ് ടാർഗറ്റ് 58,618 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് കഴിഞ്ഞാൽ പഴയ കുറെ റെഫറൻസിന്റെ ഭാഗത്തേക്ക് പോകണം കേട്ടോ. അടുത്ത വരുന്നത് 58,860 എത്രയാണ്? 58,860 58,860യുടെ ഭാഗത്തേക്ക് വരാം. 58,860ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 59,000ന്റെ ഭാഗത്തേക്ക്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവൽ. സോ ചുരുക്കി പറഞ്ഞാൽ 58,618 പൊട്ടുകയാണെങ്കിൽ 58,860 വരെ പറക്കാനുള്ള ഒരു ശേഷി ബാങ്ക് നിഫ്റ്റി കാണിക്കും. കൃത്യമായിട്ട് ഓർത്തോളുക. ഈ ഒരു ഭാഗത്ത് ഇപ്പോഴും സെൽസ് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. 58,470ക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഹെവി ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെന്റം വീണ്ടും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ ട്രേഡിംഗിന് വേണ്ടി പറയാനുള്ള റെഫറൻസ് ലെവൽസും.
ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാം. മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പം മിഡ് ക്യാപ്പ് ഒരു റേഞ്ചും ഇല്ല. ഈ ബുള്ളിഷ് റഫറൻസും ബെയറിഷ് റഫറൻസും ഒക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു മാറ്റങ്ങളൊന്നും മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ കുറിച്ച് പറയാനില്ല. നമ്മുടെ POC ഞാനൊന്ന് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേയാണ് 14,583 ഭാഗത്തേക്ക്. ഇപ്പൊ ഈ POCകൾക്ക് ചെറിയൊരു ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. നിഫ്റ്റിയെ പോലെ ഒന്നും വലിയ മൂവ്മെന്റ് ഇല്ല. 14,583 മുകളിലാണ് ബുള്ളിഷ് റഫറൻസ്. സോറി, POC ഇരുന്ന് ബുള്ളിഷ് റഫറൻസ് സെയിം ആണ് 14,630 മുകളിൽ ബൈ. ഇനി ബെയറിഷ് റഫറൻസ് വയ്ക്കുന്നത് 14,500 താഴെ, അതായത് 14,500 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ചെറിയൊന്ന് പൊക്കി ഒന്ന് മാറ്റി വെച്ചു. ഫസ്റ്റ് ടാർഗറ്റ് 14,450, സെക്കൻഡ് ടാർഗറ്റ് 14,400, തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,340. ചെറുതായിട്ടൊന്ന് പൊക്കി പഴയനെ മാറ്റിയത് മാത്രമേ ഉള്ളൂ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയത് മാത്രമേ ഉള്ളൂ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ബുള്ളിഷ് റഫറൻസ് 14,630 മുകളിൽ ബുള്ളിഷ് റഫറൻസ്, 688, 728, 780 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകും. സോ വലിയൊരു ഡിഫറൻസ് ഒന്നും ചേഞ്ചസ് ഇല്ല. ബെയറിഷിന് മാത്രമേ കുറച്ചൊരു വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം സെയിം ലെവലാണ്. സോ മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ ഓപ്ഷൻ, ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു, ഒരു പി പ്രൊഫൈലാണ്. നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ, ഒരു ഓപ്പൺ ഡ്രൈവ് പോലെ തോന്നായിരുന്നു. പക്ഷെ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. മാർക്കറ്റ് അധികം ഒന്നും അങ്ങോട്ടൊന്നും മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഇതാണ് എനിക്കൊരു ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് പറയാനുള്ള ലെവല്. സോ ഒരു ട്രേഡബിൾ ആക്ഷൻ പ്ലാൻ എന്ന് ഇതിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 59,000 വരെ പോവാനുള്ള ചാൻസും നിഫ്റ്റിയെ സംബന്ധിച്ച് 24,680 വരെ പോവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. മിഡ് ക്യാപ്പിന് പഴയ വീഞ്ഞ് പുതിയ കുപ്പി തന്നെ കിടപ്പുള്ളത്. ആ കുപ്പി നിങ്ങൾ നോക്കി നിങ്ങൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ അമർത്തി വെക്കുക. രണ്ടാമത് നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുവന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.